ഒരു 17 വയസ്സ് മാത്രം പ്രായമുള്ള പയ്യൻ അവൻ്റെ അമ്മയെ തല്ലിക്കൊന്നു. പോലീസ് അവനോട് ചോദിച്ചു, നീ എന്തിനാടാ നിൻ്റെ അമ്മയെ കൊന്നതെന്ന്. അവൻ പറഞ്ഞ കാര്യം ഇതാണ്: എനിക്ക് സമയത്ത് ആഹാരം തരുന്നില്ല, എൻ്റെ സ്കൂളിൽ അമ്മ തിരക്കുന്നില്ല, അത് തുണി ഒന്നും കഴുകുന്നില്ല, എൻ്റെ കാര്യം ഒന്നും നോക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ തല്ലിക്കൊന്നു എൻ്റെ അമ്മയെ. നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഈ ഒരു നിസ്സാര കാര്യത്തിന് അവനെ ഓമനിച്ച് വളർത്തിയ ഒരു അമ്മയെ സ്വന്തം മകൻ തല്ലിക്കൊല്ലുമോ? ബാംഗ്ലൂരിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പയ്യൻ ഇടിച്ചു കയറി വരികയാണ്. വളരെ വേഗത്തിലാണ് അവൻ്റെ നടത്തം. അവൻ എന്തോ ഒരു തീരുമാനിച്ചുറച്ച മട്ടിലാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇങ്ങനെ വരുന്നത്. വന്ന പാടെ അവൻ കയറി നേരെ എസ് ഐയുടെ റൂമിലേക്കാണ്. അതൊക്കെ നേരത്തെ പഠിച്ചിട്ടെന്ന് വേണം അവൻ കൃത്യമായിട്ട് അറിയാം ഇന്ന ഭാഗത്ത് എസ് ഐ ഇരിക്കുന്നത്. അവിടെ കയറി ചെല്ലുകയാണ്. എസ് ഐ അവനെ രൂക്ഷമായിട്ട് നോക്കി. എന്താടാ എന്ന മട്ടില്ല. സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം എനിക്ക് പറയാനുള്ളത്? സാർ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. വീണ്ടും അവൻ്റെ മുഖത്തേക്ക് എസ് ഐ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുക. അവൻ എന്താ പറയാൻ പോകുന്നത് മട്ടില്ല. സാർ, ഞാൻ എൻ്റെ അമ്മയെ കൊന്നു. എസ് ഐ പതുക്കെ ഒന്ന് എഴുന്നേക്കുന്ന പോലെ ഭാവിച്ചു. കാര്യം അങ്ങനൊരു മറുപടി അവൻ്റെ വായിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം അവന് 10-16 വയസ്സേ ഉള്ളൂ. നേരെ മീശ പോലും കിളിച്ചിട്ടില്ല. അങ്ങനെയുള്ള പയ്യനാണ് യാതൊരു കൂസലുമില്ല പോലീസിനോട് പറയുന്നത് അവൻ്റെ അമ്മയെ കൊന്നു എന്ന്. പോലീസ് വീണ്ടും അവനോട് ചോദിച്ചു, നീ എന്തിനാണ് നിൻ്റെ അമ്മയെ കൊന്ന എന്തിനാ? അവനിങ്ങനെ തല താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, സാർ, ഒരുപാട് കഥയുണ്ട് പറയാം, എങ്കിലും ഞാൻ ചുരുക്കി പറയാം. അമ്മ എൻ്റെ ഒരു കാര്യം പോലും ശ്രദ്ധിക്കത്തില്ല, സമയത്ത് ആഹാരം തരത്തില്ല, എൻ്റെ തുണി കഴുകി തരത്തില്ല, എൻ്റെ സ്കൂളിൽ വന്ന ഒരു കാര്യം പോലും അന്വേഷിക്കത്തില്ല. അങ്ങനെ നിവൃത്തി കേട്ടോ സാർ, ഞാൻ എൻ്റെ അമ്മയെ കൊന്നേന്ന് അവൻ കരഞ്ഞുകൊണ്ട് പറയുകയാണ്. പോലീസിന് അത് അത്ര വിശ്വസിക്കാൻ തോന്നിയില്ല. കാരണം ഇവർ ആഹാരം കൊടുക്കത്തില്ല, തുണി കഴുകത്തില്ല, സ്കൂളിൽ വരത്തില്ലെന്നൊക്കെ പറഞ്ഞ ഒരു ചെറുക്കൻ സ്വന്തം അമ്മയെ കൊല്ലുവോ? അതും 10-16 വയസ്സുള്ള പയ്യൻ. എന്തായാലും അവൻ പറഞ്ഞതനുസരിച്ച് പോലീസ് അത് മുഖവിലയ്ക്ക് എടുക്കുകയാണ്. അവനെയും കൂട്ടിക്കൊണ്ട് പോലീസ് പിന്നെ നേരെ പോകുന്ന KR പുരം ഭീമയ്യ എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്കാണ്. ആ ഗ്രാമത്തിലാണ് നാടിനെ നടുക്കി ആ സംഭവം നടന്നിരിക്കുന്നത്. പോലീസ് എത്തുമ്പോൾ അവിടെ നാടാകെ കൂടിയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. പോലീസ് ആ കാഴ്ച കണ്ട് ഒരു മൃതദേഹം തല്ല് ചതച്ചിട്ടിരിക്കുകയാണ്. അത് നേത്ര എന്ന് പറയുന്ന സ്ത്രീയുടെ, അതായത് സുന്ദരിയായ സ്ത്രീയുടെ തല അടിച്ച് തകർത്തേക്കുമാണ്. അവിടെ ആകെ ചോരയൊക്കെ ചീറ്റി ഒഴുകിയിട്ടുണ്ട്. നാട്ടുകാരെല്ലാം ഒന്നും മിണ്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തായിട്ട് ചോരയിൽ കുളിച്ച് കിടക്കുന്ന ഒരു ഇരുമ്പ് വടിയുമുണ്ട്. പോലീസ് ആ ചുറ്റുപാടെല്ലാം ഒന്ന് വീക്ഷിക്കുവാണ്. അപ്പോഴാണ് ആ പയ്യൻ ദൂരെ ചൂണ്ടിക്കൊണ്ട് പറയുന്നത്, അതാണ് എൻ്റെ അച്ഛൻ, ആ തലകുനിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ അച്ഛൻ. പോലീസ് അയാളെ ശ്രദ്ധിച്ച്. ഒരു പക്കാ ഗ്രാമീണനാണെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടാലറിയാം. ഒരു കൃഷിക്കാരനാണ്. ഒരു കള്ളിമുണ്ട്, പകുതി തുറന്നിട്ടൊരു ഷർട്ട്, അത് മുടിയൊക്കെ ചീകാതെ ഇങ്ങനെ അലസമായി കുറ്റിയും ടോമൊക്കെ ഉള്ളൊരു മനുഷ്യൻ ഇങ്ങനെ തലകുനിച്ചിരിക്കുകയാണ്. അതാണ് ചന്ദ്രപ്പൻ. ചന്ദ്രപ്പൻ കൃഷിക്കാരനാണെങ്കിലും നാട്ടിലെ പേര് കേട്ട മുതലാളിയാണ്. ഇഷ്ടംപോലെ ചോളം, ഗോതമ്പ്, അതുപോലെ ഈ പറയുന്ന തെങ്ങുംതൊപ്പൊക്കെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. പക്ഷേ കെട്ടിയിരിക്കുന്നത് പാവപ്പെട്ട ഒരു സ്ത്രീയാണ്, അതായത് നേത്ര. കാണാൻ നല്ല സുന്ദരിയാണെങ്കിൽ ഒരു പാവപ്പെട്ട വീട്ടിലെ അംഗമാണ് ഈ നേത്ര. നമ്മുടെ ചന്ദ്രപ്പയ്ക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, നേത്രയ്ക്ക് പണമില്ല. നേത്രയ്ക്ക് സൗന്ദര്യമുണ്ട്, നമ്മുടെ ചന്ദ്രപ്പയ്ക്ക് സൗന്ദര്യമില്ല. അങ്ങനെ പണത്തിൻ്റെ പുറത്താണ് നേത്ര ഈ ചന്ദ്രപ്പനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചത്. കുറച്ച് നാൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇങ്ങനെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുകയായിരുന്നു. ഇതിനിടയ്ക്കാണ് നേത്രയ്ക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഒരു ജോലി കിട്ടുന്നത്. പെൺകുട്ടികൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് അഹങ്കാരമുണ്ടെന്നുള്ള കാര്യം ഈ കഥയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ സ്വാഭാവികമായിട്ട് ഇവളൊരു അഹങ്കാരിയായിട്ട് മാറുകയാണ്. എപ്പോഴും ഓഫീസ് വർക്ക്, എപ്പോഴും ഒരു സൗന്ദര്യം ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് മേക്കപ്പും മറ്റേ ക്രീമും മറിച്ച ക്രീമും എന്ന് വേണ്ട ഒരു ബഹളം തന്നെയാണ്. സ്വന്തം ഭർത്താവിനെ ശ്രദ്ധിക്കുന്ന കാര്യം അവൾ വിട്ടുപോയി, സ്വന്തം മകനെ കരുതുന്ന കാര്യം അവൾ വിട്ടുപോയി. എപ്പോഴും ജോലി ജോലി ജോലി. അത് മാത്രമല്ല, ആരോടോ എപ്പോഴോ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഈ അച്ഛനും മകനും ഒക്കെ കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഈ പയ്യൻ്റെ കാര്യം ഒരു ശ്രദ്ധയുമില്ല. അവന് സമയത്ത് ആഹാരം കൊടുക്കുന്നില്ല, സ്കൂളിൻ്റെ കാര്യം തിരക്കുന്നില്ല, അവൻ പഠിച്ചോ ഇല്ലയോ ഉറങ്ങിയോ ഇല്ലയോ ഒന്നും ആ അമ്മയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ല. നേത്ര കുട്ടികളുടെ കാര്യത്തിൽ ഒരു വിധത്തിലും താല്പര്യമില്ലെന്ന് കണ്ടപ്പോൾ പാവൻ ചന്ദ്രപ്പയ്ക്ക് ഒരുപാട് വിഷമം തോന്നി. അയാൾ എന്തോ ചെയ്യുന്നറിയാമോ? മൂത്ത കുട്ടി വിദേശത്ത് അയച്ചു പഠിക്കാൻ വേണ്ടി. ഇപ്പോൾ ആ വീട്ടിൽ ആകെ ഉള്ളത് ചന്ദ്രപ്പയുണ്ട്, നേത്രയുണ്ട്, പിന്നെ അവരുടെ മകനുമുണ്ട്. അങ്ങനെ ഈ മകൻ്റെ കാര്യം പോലും ശ്രദ്ധിക്കാതെ വന്നപ്പോൾ മകന് ദേഷ്യം വന്ന് കാണുമല്ലോ. അങ്ങനെ സ്വാഭാവികമായിട്ട് ദേഷ്യം വന്നപ്പോൾ ഇരുമ്പ് വടി കൊണ്ട് സ്വന്തം അമ്മയെ തലയ്ക്കടിച്ചു കൊന്നു. അവൻ കുറ്റം ഏറ്റു പറഞ്ഞു. ഇനിയിപ്പോൾ വേറെ തെളിവിൻ്റെ ഒന്നും ആവശ്യമില്ല. പോലീസ് അവിടെ എല്ലാം പരിശോധിച്ചു, അവനെ പ്രതിയാക്കി മാറ്റുകയാണ്. അപ്പോഴാണ് ഈ നേത്രയുടെ സഹോദരൻ ഒരു സംശയം പോലീസിനോട് ഉന്നയിക്കുന്നത്. ഈ പയ്യൻ അങ്ങനെ ചെയ്യത്തില്ല, അവൻ അത്രയ്ക്കും അമ്മയോട് വൈരാഗ്യമില്ല, അത്രയും പൈശാചികമായിട്ട് തല അടിച്ച് പൊളിച്ചിരിക്കുവാണ്. അങ്ങനെ ഒരു 17 വയസ്സുള്ള പയ്യൻ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം ഈ നേത്രയുടെ സഹോദരൻ പോലീസിന് ഉന്നയിക്കുവാണ്. പോലീസും ചിന്തിച്ചു, അത് ശരിയാണല്ലോ, അങ്ങനെ മൃഗീയമായിട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ആ ഇരുമ്പ് വടിയിലെ ഫിംഗർ പ്രിൻറ്റ് പോലീസ് പരിശോധനയ്ക്ക് അയക്കുകയാണ്. ഈ മകൻ്റെ ഫിംഗർ പ്രിൻറ്റ് ആൾറെഡി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴാണ് അടുത്ത റിസൾട്ട് വന്നിരിക്കുന്നത്. ആ ഇരുമ്പ് വടിയിൽ വേറെ ഒരാളുടെ ഫിംഗർ പ്രിൻറ്റ് പതിഞ്ഞിട്ടുണ്ട്. അതാരുടേതായിരിക്കും? അങ്ങനെ ഒരുപാട് സംശയങ്ങൾ പോലീസിന് വരികയാണ്. ആ നാട്ടിലെ പലരെയും പോലീസ് സംശയിക്കുവാണ്. ഈ നേത്രയുമായിട്ട് പരിചയമുള്ള ആൾക്കാരെ, അങ്ങനെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരെ മുഴുവൻ പരിശോധിച്ചു.
അങ്ങനെ ഫിംഗർ പ്രിൻറ്റിൻ്റെ റിസൾട്ടും കിട്ടി. അത് ആരുടേതായിരിക്കും നിങ്ങൾ പറ? ഈ വീട്ടിൽ ആകെയുള്ളത് അച്ഛനും ഈ മകനും പിന്നെ നേത്രയും മാത്രമേ ഉള്ളൂ. പുറത്തൊന്നും ആരും ആ സമയത്ത് വീട്ടിലേക്ക് വന്നില്ല. അതിന് നാട്ടുകാരൊക്കെ സാക്ഷി പറയുന്നുമുണ്ട്. അപ്പോൾ പിന്നെ ആരുടേതായിരിക്കും? അയാളുടെ തന്നെയാണ്. ചന്ദ്രപ്പയുടെ ഫിംഗർ പ്രിൻ്റാണ് ആ ഇരുമ്പ് പൊടിയിൽ ഉള്ളത്. പോലീസ് അയാളെ ചോദ്യം ചെയ്യുകയാണ്. പിന്നെ നോ എക്സ്ക്യൂസ്, വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ, അയാളുടെ ഫിംഗർ പ്രിൻ്റ് തെളിഞ്ഞല്ലോ. ഇനി അറിയേണ്ടത് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ ആരൊക്കെ ചേർന്നാണ് ഈ നേത്രയെ കൊന്നത്. അതിന് ഈ ചന്ദ്രപ്പ മറുപടി പറയുകയാണ്, എൻ്റെ മകൻ നിരപരാധിയാണ്, ഞാൻ തന്നെയാണ് അവളെ കൊന്നു കളഞ്ഞത്, എനിക്ക് സഹിക്കുന്നതിനപ്പുറമായിരുന്നു സാറേ എന്നൊക്കെ പറഞ്ഞയാൾ കരഞ്ഞുകൊണ്ട് ആ കുറ്റം ഏറ്റു പറയുകയാണ്. ആ കഥ ഇങ്ങനെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ചന്ദ്രപ്പ ഇഷ്ടംപോലെ പണമുള്ള ആളാണ്, കൃഷിക്കാരനാണ്, പക്ഷേ വിദ്യാഭ്യാസവും ഇല്ല. നമ്മുടെ നായിക നേത്രയാണെങ്കിൽ വിദ്യാഭ്യാസമുണ്ട്, കാണാൻ സുന്ദരിയാണ്, പണമില്ല എന്നുള്ള ഒറ്റ കുറച്ചിൽ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊന്നും വിഷയമില്ല, അങ്ങനെ കുറച്ചാൾ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയ്ക്ക് നമ്മുടെ നേത്രയ്ക്ക് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി കിട്ടുകയാണ്. അപ്പോൾ മുതൽ അവളിലെ ആ ബോധോദയം പൊങ്ങുകയാണ്. അയ്യോ, ഞാൻ കെട്ടിയത് ഒരു വെറും കൃഷിക്കാരനെയാണല്ലോ, വിദ്യാഭ്യാസം ഇല്ലാത്തവനെയാണല്ലോ, ഒരു സൗന്ദര്യം ഇല്ലാത്തവനെയാണല്ലോ എന്നുള്ള കോംപ്ലക്സ് അവളെ അലട്ടുകയാണ്. അവിടെ വെച്ചൊരു സുന്ദരനായ പയ്യനെ ഈ നേത്ര കണ്ടുമുട്ടുകയാണ്. തന്നേക്കാൾ യോഗ്യനായ, തന്നേക്കാൾ കാണാൻ കൊള്ളുന്ന ഒരു പയ്യനുമായിട്ട് ഇവളൊരു അവിഹിത ബന്ധം സ്ഥാപിക്കുകയാണ്. ഒരു കൈവിട്ട കളിയായിപ്പോയി. പലപ്പോഴും ചന്ദ്രപ്പ ഈ ജോലിക്കെന്ന് പറഞ്ഞ് പാവം പിടിച്ച് ഇറങ്ങി പോവല്ലോ, വൈകിട്ട് തിരിച്ചു വരത്തുള്ളല്ലോ. അപ്പോഴേക്കും ഇവൾ ലീവൊക്കെ എടുത്ത് വീട്ടിൽ സംഗമിക്കുകയാണ്. മകനും ഈ വൃത്തികെട്ട കാഴ്ചയെല്ലാം പലപ്പോഴും കാണുകയാണ്. 17 വയസ്സുള്ള പയ്യനാണ്, അവന് തിരിച്ചറിവിൻ്റെ പ്രായമായിട്ടുണ്ട്. ഒരു പയ്യൻ വരുന്നു, ഈ അമ്മയെ കൂട്ടിക്കൊണ്ട് പോകുന്നു, പലപ്പോഴും ഈ വീട്ടിൽ തന്നെ അവരുടെ സംഗമം കാണുന്നു. അങ്ങനെയെല്ലാം വൃത്തികെട്ട കാഴ്ച ഈ പയ്യൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അങ്ങനെ നിവൃത്തി കെട്ട് ഒരിക്കലും നേത്രയെ തങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് ചന്ദ്രപ്പയ്ക്കും അമ്മ ഒരിക്കലും തനിക്ക് കിട്ടത്തില്ലെന്ന് ഈ പയ്യനും വിചാരിക്കുകയാണ്. ഒരു ദിവസം ചന്ദ്രപ്പ മകനോട് പറയുകയാണ്, കണ്ടല്ലോ മകനെ, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നീ കാണുന്നുണ്ടല്ലോ, അച്ഛൻ വെറുതെ പറയുന്നല്ലോ, നമുക്കൊരിക്കലും ഇനി അമ്മയെ തിരിച്ച് കിട്ടത്തില്ല. ഞാൻ ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഇനി വേണ്ട, ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്, മക്കൾ കൂടെ നിൽക്കുമോ അച്ഛനോടൊപ്പം? അവൻ തലയാട്ടി. പിറ്റേന്ന് ചെയ്യുന്ന പണി എന്താണെന്ന് വെച്ചാൽ അച്ഛനും മകനും ഈ നേത്ര ഇങ്ങനെ വീക്ഷിക്കുവാണ്. വിചാരിച്ചതുപോലെ നേത്ര ആരോടും ഇങ്ങനെ ഫോണിൽ കൊഞ്ചി കുഴയുകയാണ്. ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് കാലൊക്കെ പൊക്കി വെച്ച് ഇങ്ങനെ വല്ലാത്തൊരു വികാരത്തിൽ ആരോട് സംസാരിക്കുകയാണ്. പിന്നൊന്നും ആലോചിച്ചില്ല, ആ ഇരുമ്പ് വടി ചന്ദ്രപ്പയുടെ കയ്യിലുണ്ട്. പിന്നെ ഞാൻ പറയേണ്ടതല്ല, തലങ്ങും വിലങ്ങും ആട്ടിച്ചങ്ങ് പൊട്ടിച്ച് ചോര ചീറ്റി ഒഴുകി ആ മുറിയാകെ ചോരയെ കുളിച്ചു. അതിനുശേഷം ചന്ദ്രപ്പ തീരുമാനിച്ചു, മകനൊരു കാര്യം ചെയ്യണം, നീ ഈ കുറ്റം ഏൽക്കണം. മകൻ ഇങ്ങനെ നോക്കുവാണ്, ഞാൻ കുറ്റം ഏൽക്കാനാ? മോനെ, നിനക്ക് 17 വയസ്സല്ലേ ഉള്ളൂ, നിന്നെ പോലീസൊന്നും പിടിക്കത്തില്ല, അറസ്റ്റും ചെയ്യത്തില്ല, കേസും ഇല്ല, കാരണം നീ മൈനറാണ്, അറിയാമല്ലോ, നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കാം, നിന്നെ കേസിൽ നിന്നൊക്കെ ഞാൻ ഊരിയെടുക്കാം, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുവാണ്. അവനും ചിന്തിച്ച് ശരിയാണല്ലോ, അവനും ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട് മൈനറായ ആൾക്കാർക്ക് വലിയ പിന്നെ ശിക്ഷയൊന്നും കിട്ടത്തില്ല എന്നുള്ള ചിന്ത അവൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് അവൻ നേരെ പോലീസിൽ പോയി കീഴടങ്ങിയാണ്. പോലീസിന് പറയുകയാണ്, ഞാനാണ് എൻ്റെ അമ്മയെ കൊന്നത്, എനിക്ക് നിവൃത്തികളുണ്ടാണ്, സമയത്ത് ആഹാരം തരത്തിലെന്നൊക്കെയുള്ള കാര്യം പോലീസിന് പറഞ്ഞു. പോലീസ് അത് വിദഗ്ധമായിട്ട് തെളിയിച്ചു. ഈ ചന്ദ്രപ്പയാണ് സ്വന്തം ഭാര്യയെ കൊന്നതെന്നുള്ള കാര്യം പോലീസിന് ബോധ്യമായി. അങ്ങനെ നേത്രയെ കൊന്ന കുറ്റത്തിന് ചന്ദ്രപ്പ ജയിലിലേക്കും മകൻ ജുവനൈൽ ഹോമിലേക്കും പോലീസ് അയച്ചു. വളരെ വ്യക്തതയോടെ വളരെ കൃത്യതയുള്ള ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയത്. മകനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താം, അവൻ കൊച്ചു പയ്യനല്ല, ശിക്ഷ കിട്ടത്തില്ലെന്നൊക്കെയാണ് ആ പാവ അച്ഛൻ വിചാരിച്ചത്. പക്ഷേ കൃത്യമായിട്ട് പോലീസ് പണിയെല്ലാം പൊളിച്ചടുക്കി കൈ കൊടുത്തു. അതാണ് പറയുന്നത്, ഒരു കുറ്റകൃത്യം പോലും തെളിയിക്കാതിരിക്കാൻ പോലീസിന് പറ്റത്തില്ല. അത്രത്തോളം നമ്മുടെ ടെക്നോളജി വികസിച്ചിരിക്കുകയാണ്. ഏത് കുറ്റകൃത്യമാണ് പോലീസ് തെളിയിക്കാത്തത്? നമ്മുടെ സുകുമാരക്കുറുപ്പിൻ്റെ പിന്നിൽ പോലും ഇപ്പോൾ പോലീസ് നടപ്പുണ്ടെന്നാണ് അറിയുന്നത്. എവിടെയാണെന്ന് പോലും അറിയത്തില്ലെങ്കിലും ഒരു പ്രത്യേക സ്പെഷ്യൽ സ്ക്വാഡിനെ അദ്ദേഹത്തിന് പുറകെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ പോലീസ് വിചാരിച്ചാൽ ഏത് കുറ്റകൃത്യം നിസ്സാരമായിട്ട് തെളിയിക്കാൻ പറ്റും. അത് മാത്രമല്ല, ഏത് കുറ്റകൃത്യം നടന്നാലും അവിടെ ഈ പ്രതി അല്ലെങ്കിൽ കൊലയാളി അവശേഷിപ്പിക്കുന്ന ഒരു തെളിവുണ്ടാവും. അതിൽ പിടിച്ചാണ് പോലീസ് ഇങ്ങനെ പുറകെ പോയിട്ട് വർഷങ്ങൾ കഴിഞ്ഞാലും പ്രതിയെ പിടിക്കുന്നത്. 10, 18, 40 വർഷം കഴിഞ്ഞാൽ പോലും പോലീസ് കൃത്യമായിട്ട് തന്നെ പ്രതിയിലേക്ക് എത്തുന്നത് പോലീസിന് മികവ് ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കുറ്റകൃത്യം ചെയ്ത് രക്ഷപ്പെടാൻ എന്നുള്ള വ്യാമോഹം ഒരുത്തിനും വേണ്ട. കുറ്റകൃത്യം ചെയ്ത് സ്വന്തം ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും ആരും നശിപ്പിക്കില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.